വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ചിത്രങ്ങളും വിവരങ്ങളും പുറത്തുവിട്ട് ISRO. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണെന്നും ISRO സ്ഥിരീകരിച്ചു. അതേസമയം പുഞ്ചിരിമട്ടം മേഖലയിൽ മനുഷ്യ സാന്നിധ്യം നന്നേ കുറവെന്ന് തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ കണ്ടെത്തി. ISROയുടെ കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററാണ് ദുരന്തഭൂമിയുടെ റഡാർ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. 86,000 ചതുരശ്ര മീറ്റർ പ്രദേശമാണ് ദുരന്തമേഖലയായി രേഖപ്പെടുത്തിയത്. ജൂലൈ 31-നെടുത്ത ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങളിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തിൽ മണ്ണും പാറയും ഒലിച്ചെത്തിയെന്ന് വ്യക്തം. ശക്തമായ ഒഴുക്ക് ഇരുവഞ്ഞിപ്പുഴയുടെ തീരങ്ങളെ ഇല്ലാതാക്കി. പുഴയുടെ വീതി വർദ്ധിപ്പിച്ചെന്നും ISRO പറയുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം. ഇതേ കേന്ദ്രത്തിൽ മുമ്പും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ISRO കണ്ടെത്തി. ISROയുടെ റിസാറ്റ്, കാർട്ടോസാറ്റ് 3 എന്നീ ഉപഗ്രഹങ്ങളാണ് ചിത്രങ്ങൾ പകർത്തിയത്. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ സജീവ മനുഷ്യ സാന്നിധ്യം നന്നേ കുറവാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഡ്രോൺ ഉപയോഗിച്ചുള്ള തെർമൽ ഇമേജിംഗ് പരിശോധനയിലാണ് നിരീക്ഷണം. ടീം 24 വയനാട്.